കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം സർഗം 1 നമ്മൾ 14-ാമത്തെ ശ്ലോകം ആണ് ചെയ്തത്. അതിൽ വളരെ സ്നേഹത്തോടും പിന്നെ സുഗ്രീവൻ്റെ സ്നേഹത്തോടും ഭക്തിയോടുമുള്ള വാക്കുകളെ കേട്ടിട്ട് അതിനെ അംഗീകരിച്ചിട്ട്, അതായത് സമാധാനിപ്പിക്കുകയാണല്ലോ ചെയ്തത്, അതിനെ അംഗീകരിച്ചിട്ട് മുൻഭാഗത്ത് നിൽക്കുന്ന ഹനുമാനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. അതായത് ശ്രീരാമൻ ഈ ഹനുമാനോട് പറയണതാണ്. അതായത് ശ്രീരാമനിൽ പരിശുദ്ധമായിട്ടുള്ള ഭക്തിയും അങ്ങേയറ്റം വീരപരാക്രമിയായിട്ടുള്ള മന്ത്രിയല്ലേ ഇപ്പോൾ സുഗ്രീവൻ. അങ്ങനത്തെ സുഗ്രീവൻ പറഞ്ഞ വാക്കുകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പിന്നെ ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 15 വായിക്കാം. യേന കേന പ്രകാരേണ ലംഘയാമോ മഹാർണവം ലങ്കാസ്വരൂപം മേ ബ്രൂഹി ദുസ്സാധ്യം ദേവദാനവൈഹി. യേന കേന പ്രകാരേണ, ഏതെങ്കിലും തരത്തിൽ മഹാർണവം, ഈ വലിയ സമുദ്രത്തെ ലംഘയാമ, നമുക്ക് കടക്കാം. ദേവദാനവൈഹി, ദേവന്മാരാലും അസുരന്മാരാലും ദുസ്സാധ്യം, സാധിക്കാത്ത ലങ്കാസ്വരൂപം, ലങ്കയുടെ സ്വരൂപത്തെ എന്നോട് ബ്രൂഹി പറഞ്ഞാലും. അതായത് ഇനി അഥവാ എങ്ങനെയെങ്കിലും സമുദ്രം കടക്കാമെന്ന് വയ്ക്കുക, എന്നാലും ലങ്കയിലെ എങ്ങനെയാണ്, ലങ്ക അവിടെ ചെന്നാൽ എങ്ങനെയാണ് നമുക്ക് രാവണനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുക, അതും കൂടി എനിക്ക് അറിയണം. ലങ്ക എത്ര കേമാണെന്നുള്ളതൊക്കെ. ഇത്ര മഹാവിസ്താരമുള്ളതും ഇത്ര ഭയങ്കരമായിട്ടുള്ള ഈ സമുദ്രത്തെ നമുക്ക് എങ്ങനെയെങ്കിലും കടക്കാം. ദേവന്മാർക്കും അസുരന്മാർക്കും കൂടിയും എത്താൻ പറ്റാത്ത ആ ലങ്ക എങ്ങനെയുണ്ടെന്ന് ഹേ ഹനുമാനെ ഒന്ന് പറഞ്ഞു തരൂ എനിക്ക് എന്ന് പറഞ്ഞു. അതായത് ലങ്കയെപ്പറ്റി അത്ര വിസ്തരിച്ച് പറഞ്ഞില്ലല്ലോ, സമുദ്രം പിന്നെ എല്ലാവർക്കും അറിയാം. അതാണ് ഏന കേന പ്രകാരേണ, എങ്ങനെയെങ്കിലും സമുദ്രം കടന്നാലും ലങ്കയിലെത്തിയാലത്തെ കാര്യം എന്താവും എന്നാണ് ചോദിക്കണം. എല്ലാം ഭഗവാൻ അറിയാട്ടോ. ഏന കേന പ്രകാരേണ ലംഘയാമോ മഹാർണവം ലങ്കാസ്വരൂപം മേ ബ്രൂഹി ദുസ്സാധ്യം ദേവദാനവൈഹി. ദേവന്മാർക്ക് അസുരന്മാർക്ക് പോലും പോവാൻ പേടിയുള്ളതാണ് ലങ്ക, എത്താൻ സാധിക്കാത്തതാണ്. മാത്രമല്ല ഒരു ഐലൻഡാണല്ലോ, ഒരു ദ്വീപല്ലേ, അപ്പം അത്ര എളുപ്പമല്ല എത്താൻ. ഈ 4 പുറം സമുദ്രമല്ലേ, ഏതു കൂടെ പോയാലും സമുദ്രം കിടക്കണം. അപ്പം ഇനി നമുക്ക് 16. ജ്ഞാത്വാ തസ്യ പ്രതീകാരം കരിഷ്യാമി കപീശ്വര ശ്രുത്വാ രാമസ്യ വചനം ഹനുമാൻ വിനയാന്വിതഃ ഉവാച പ്രാഞ്ജലിർദേർവാ യഥാദൃഷ്ടം ബ്രവീമിതേ. ജ്ഞാത്വാ, അറിഞ്ഞിട്ട്, കപീശ്വര, ഹേ വാനരശ്രേഷ്ഠ, തസ്യ, അതിൻ്റെ പ്രതീകാരം, എങ്ങനെയുണ്ട് ലങ്ക എന്നൊന്ന് നീ വിസ്തരിച്ച് പറയൂ. എന്നിട്ട് ആ ലങ്ക എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ലങ്ക നശിപ്പിക്കാം എന്ന് ഞാൻ കരിഷ്യാമി, ഞാൻ ആലോചിക്കാം. രാമസ്യ, രാമൻ്റെ വചനം, വാക്യത്തെ ശ്രുത്വ, ശ്രവിച്ചിട്ട്, വിനയാന്വിതം ഹനുമാൻ, വിനയത്തോടുകൂടി ഹനുമാൻ പ്രാഞ്ജലിം, കൈകൂപ്പി നിന്നിട്ട് പറഞ്ഞു, ദേവാ സ്വാമിൻ യഥാദൃഷ്ടം, ഞാൻ അവിടെ കണ്ടതിനെ അതിക്രമിക്കാതെ തേ അങ്ങയോട് ബ്രവീമി, ഞാൻ കണ്ടതൊക്കെ വിസ്തരിച്ച് പറയാം എന്ന് പറഞ്ഞു. അതായത് പിന്നെ എന്താണ്, ശ്രീരാമൻ പറഞ്ഞു, ഹേ ഹനുമാൻ, വാനരശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ, ലങ്ക എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് വിസ്തരിച്ച് പറയൂ. അതറിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ അകത്തേക്ക് കടക്കാമെന്നും എങ്ങനെ അതിനെ മറികടക്കാമെന്നും എന്നിട്ട് വേണമല്ലോ രാവണനെ കൊല്ലാനൊക്കെ, അങ്ങനെ പറഞ്ഞു. അതെനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ എന്താ പറഞ്ഞ്, വേഗം കൈ കൂപ്പി വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞു, ഹേ സ്വാമിൻ, ഞാൻ കണ്ടതിനെ കണ്ട പോലെ തന്നെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ജ്ഞാത്വാ തസ്യ പ്രതീകാരം കരിഷ്യാമി കപീശ്വര ശ്രുത്വാ രാമസ്യ വചനം ഹനുമാൻ വിനയാന്വിതഃ ഉവാച പ്രാഞ്ജലിർദേർവാ ദേവാ യഥാദൃഷ്ടം ബ്രവീമിതേ. ഞാൻ കണ്ട പോലെ പറയാം, ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. ഈ 17, 18. ലങ്കാ ദിവ്യാപുരീ ദേവാ ത്രികൂടശിഖരേ സ്ഥിത സ്വർണപ്രാകാരസഹിത സ്വർണാട്ടാലക സംയുത പരിഖാഭി പരിവൃത പൂർണാഭിർനിർമ്മലോദകൈഃ. ഹേ ശ്രീരാമദേവ, ത്രികൂടശിഖരേ സ്ഥിത, ലങ്കാപുരി ത്രികൂടപർവ്വതത്തിൻ്റെ അഗ്രത്തിൽ
സ്ഥിതി ചെയ്യുന്ന ലങ്ക ശരിക്കും ഡിവൈനാണ്, ദിവ്യാണ്. സ്വർണപ്രാകാര സഹിത, സ്വർണ്ണ മതിലുകളോടും സ്വർണ്ണമാളികകളോടുകൂടിയതുമായ, സ്വർണ്ണാട്ടാലക സംയുത, സ്വർണ്ണ മതിലും ഇതും പ്രാകാരം പറഞ്ഞ മതിൽ പോലെ ആണ്. സ്വർണ്ണാട്ടാലക സംയുത, സ്വർണം കൊണ്ടുള്ള മാളികകളും നിർമ്മലോദകൈഹി, ശുദ്ധജലങ്ങൾ കൊണ്ട് നിറച്ച് കുളങ്ങളുണ്ട് ശുദ്ധജലമുള്ളത്. പൂർണ്ണാദി പരിഹാദി, നിറഞ്ഞ കിടങ്ങുകളായ ശുദ്ധജലം കൊണ്ടുള്ള കിടങ്ങുമുണ്ട്. അതായത് ശത്രുക്കൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കിടങ്ങ് കെട്ടുമല്ലോ, വലിയ വലിയ രാജധാനിയുടെയൊക്കെ 4 പുറവും. എന്താ വെച്ചാൽ എന്നിട്ട് ശുദ്ധജലം നിറച്ചിട്ട് അതിൽ നിറച്ചു മുതലയും ഇങ്ങനെ കടിച്ചു കൊല്ലണം ജീവികളൊക്കെ അതിലിടും. എന്നിട്ട് ഇവർക്ക് കിടക്കുമ്പോൾ പാലം വയ്ക്കും, അല്ലാത്ത സമയത്ത് പാലം വലിക്കും. ആർക്കും ആ കിടങ്ങ് കിടക്കാൻ പറ്റില്ല, കിടങ്ങ് ഇറങ്ങി കിടക്കാനും പറ്റില്ല, ചാടിക്കിടക്കാൻ പറ്റുന്നേക്കാൾ വീതി ഉണ്ടാവുകയും. അങ്ങനെ നമ്മൾ ഈ പാലക്കാട് കോട്ടയുടെ തന്നെ 4 പുറം അങ്ങനെ കിടങ്ങൊക്കെ ഉണ്ട്. അങ്ങനെയാണ് പണ്ടൊക്കെ രാജാക്കന്മാർ രാജധാനിയുടെ 4 പുറവും കിടങ്ങ് കെട്ടും. അതാണ് ഇപ്പോൾ ഇവിടെ പറയണത്. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിൻ ത്രികൂടശിഖരത്തിൻ്റെ അഗ്രത്തിൽ നിൽക്കണ ഈ ലങ്കാപുരിക്ക് തുല്യമായിട്ട് ഇനി വേറൊരു ലോകം ഉണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം അത്ര ദിവ്യമാണ്. ആ പട്ടണത്തിന് ചുറ്റുള്ള മതിലൊക്കെ സ്വർണ്ണമാണ്. മാത്രമല്ല മാളികകളുടെയൊക്കെ മുകൾഭാഗമൊക്കെ മേഞ്ഞിരിക്കണു സ്വർണം കൊണ്ട്. എന്താ പറയുക, ഇതുകൊണ്ടാണ്, സ്വർണം കൊണ്ടുള്ള ഈ ഇതുകൊണ്ടാണ് ഓടിൻ്റെ മീതെയൊക്കെ സ്വർണം പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലങ്ക എത്ര ഐശ്വര്യപൂർണ്ണമാണെന്നുള്ളത് പറഞ്ഞാൻ പറ്റില്ല, അത്ര ഐശ്വര്യപൂർണ്ണമാണ്. മാത്രമല്ല ഈ ലങ്കയുടെ 4 പുറവും ശുദ്ധജലം നിറഞ്ഞിട്ടുള്ള കിടങ്ങുകൾ മതിലിന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് എളുപ്പമൊന്നുമല്ല ആ രാജധാനിയിലേക്ക് കടക്കണത്, അത്ര എളുപ്പമല്ല. അത് പറഞ്ഞു. എന്നിട്ട് പിന്നെ 17ഉം 18ഉം വായിച്ച് 19ലേക്ക് പോവാം. ലങ്ക ദിവ്യാപുരി ദേവ ത്രികൂടശിഖരേ സ്ഥിത, ത്രികൂടശിഖരത്തിൽ ദിവ്യമായിട്ടുള്ളതാണ്. സ്വർണ്ണ പ്രാകാര സഹിത, സ്വർണ്ണ മതിലുകൾ, സ്വർണ്ണ ആട്ടാലക സംയുത, സ്വർണം പതിച്ച പാളികൾ കൊണ്ട് പതിച്ച മാളികകൾ, പരിവൃത കേട്ടോ. 4 പുറം എന്താ ഉള്ളത്? പൂർണ്ണാഭിർ നിർമ്മലോദകൈഹി, ശുദ്ധജലം കൊണ്ടുള്ള എന്തുണ്ട്? ഈ കിടങ്ങുകൾ കെട്ടിയിട്ടുണ്ട്. പിന്നെയോ നാനോപവന ശോഭാഢ്യ, ഉപവനങ്ങളെ ധാരാളം ഉദ്യാനങ്ങൾ, ദിവ്യവാബീഭിരാവൃത ഗൃഹൈർ വിചിത്ര ശോഭാഢ്യൈർ മണിസ്തംഭമയൈ ശുഭൈ. നാനോപവന ശോഭാഢ്യ, അതായത് പല വിധത്തിലുള്ള ഉപവനങ്ങളെ വെച്ചാൽ ഉദ്യാനങ്ങളെ കൊണ്ട് ശ്രേഷ്ഠമായതും, ദിവ്യവാബീഭി, ദിവ്യങ്ങളായിട്ടുള്ള വാബി പറഞ്ഞ കുളങ്ങളാൽ ആവൃത ചുറ്റപ്പെട്ടതും, ധാരാളം കുഞ്ഞു കുഞ്ഞ് നല്ല കുളങ്ങളുണ്ട്. മതിലൊക്കെ ഇങ്ങനെ സ്വർണം വിശിഷ്ട രത്നങ്ങൾ പതിച്ചതൊക്കെ. പിന്നെയോ ശുഭൈഹി, നല്ല ഭംഗിയുള്ള, മണിസ്തംഭമയൈഹി, രത്നം കൊണ്ടുള്ള തൂണുകളുള്ളവയും, വിചിത്ര ശോഭാഠ്യൈ, നാനാവിധത്തിലുള്ള പ്രകാശം പൊഴിയുന്ന, ഗൃഹൈഹി, ഭവനങ്ങളോടും കൂടിയതാണ്. അത്ര കേമാണ് ലങ്ക. അതായത് പല മാതിരി പ്രകാശം പരത്തുന്ന പുഷ്പങ്ങൾ കൊണ്ട് നമ്മുടെ, അതായത് നല്ല പലവിധ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കണ പൂന്തോട്ടങ്ങളും നിറച്ചുണ്ട്. പിന്നെയോ നല്ല രത്നങ്ങൾ കൊണ്ട് കടഞ്ഞുണ്ടാക്കിയിട്ടുള്ള തൂണുകൾ എല്ലാ ഭവനങ്ങളിലും. പിന്നെയോ അങ്ങനത്തെ സ്തംഭങ്ങൾ കൊണ്ട് വിളങ്ങുന്ന ഗൃഹങ്ങൾ ലങ്കയിലെ എല്ലാ ഭാഗത്തും കാണാം. നല്ല നല്ല കുളങ്ങൾ. നാനോപവന ശോഭാഢ്യ ദിവ്യാവാബീഭിരാവൃത ഗൃഹൈർ വിചിത്ര ശോഭാഢ്യൈർ മണിസ്തംഭമയൈ ശുഭൈ. പശ്ചിമദ്വാരമാസാദ്യ ഗജവാഹാ സഹസ്രശഃ ഉത്തരദ്വാരി തിഷ്ഠന്തി സ്വാശ്വവാഹാഃ സപത്തയഃ. പശ്ചിമദ്വാരം, പടിഞ്ഞാറേ വാതിലിൻ്റെ അവിടെ, അതായത് ഓരോ ഭാഗത്തും ഇതുണ്ടാവുമല്ലോ, കടക്കാനുള്ള പ്രവേശന കവാടം ഉണ്ടാവും. അപ്പോൾ പടിഞ്ഞാറേ പ്രവേശന ദ്വാരത്തിൽ ആസാദ്യ പ്രാപിച്ചിട്ട്, പടിഞ്ഞാറേ പ്രവേശന ദ്വാരത്തിൽ ഗജവാഹ, ആനപ്പടകളുണ്ട്. ഉത്തരദ്വാരി, വടക്കേ ദ്വാരത്തിൻ്റെ അവിടെ സപത്തയഃ, പത്തികളോടുകൂടിയ സ്വാശവാഹ, അശ്വവാഹന്മാരും കുതിരകൾ.
സഹസ്രശഃ തിഷ്ഠന്തി. അനേകായിരമാണ്, ഒന്നും രണ്ടും ആനയൊന്നുമല്ല കാവൽ നിൽക്കണം, ഒന്നും രണ്ടും കുതിരയല്ല. അതായത് ആ ഉദ്യാനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ, സ്വർണ്ണ മതിലുകളുണ്ട് ഒക്കെ പറഞ്ഞു, രത്നമയമായിട്ടുള്ള ഗൃഹങ്ങളുണ്ട്. അങ്ങനെയുള്ള ഐശ്വര്യ സമൃദ്ധിയെ പറ്റി പറയാനില്ല. ഇനി എന്താ പറയണ വെച്ചാൽ അവിടുത്തെ സുരക്ഷയും ഭയങ്കരം തന്നെയാണ്. എന്താ വെച്ചാൽ പടിഞ്ഞാറേ ദ്വാരത്തിൽ അനേകായിരം ആനപ്പടകളെ നിർത്തിയിരിക്കുന്നു. വടക്കേ ദ്വാരത്തിൽ കുതിരപ്പടകളുമുണ്ട്, കാലാൾപ്പടകളുമുണ്ട്. കുറച്ചൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാരും ആനകളും കുതിരകളുമാണ് കാവൽ. പശ്ചിമദ്വാരമാസാദ്യ ഗജവാഹ സഹസ്രശ ഉത്തരദ്വാരി തിഷ്ഠന്തി സാശ്വവാഹ സപത്തയ. 21. തിഷ്ഠന്തി അർബുദസംഖ്യാകാഃ പ്രാച്യാം അപി തഥൈവ ച. ദക്ഷിണോ രക്ഷസാ വീരാ ദ്വാരം ദക്ഷിണമാശ്രിത തഥാ ഏവ ച. അതേപോലെ തന്നെ അർബുദസംഖ്യാകാഃ, അതായത് വലിയ സംഖ്യ എന്ന് മനസ്സിലാക്കിയാൽ മതി, വലിയ സംഖ്യ, അനവധി. ദക്ഷിണ, അതായത് കാവൽക്കാരും, വീരാഹ വീരന്മാരുമായ, രാക്ഷസാഹ രാക്ഷസന്മാർ, പ്രാച്യം അഭി, അതായത് കിഴക്ക് ഭാഗത്തും, തിഷ്ഠന്തി നിൽക്കുന്നു. ദക്ഷിണം ദ്വാരം, തെക്കോ ആശ്രിത ആശ്രയിച്ചവരായിരിക്കുന്നു. അതായത് പിന്നുള്ള രണ്ട് ദിക്കിലൊക്കെ ശത്രുക്കളിൽ നിന്ന് പിന്നെ ഈ രാജ്യത്തിനെ രക്ഷിക്കാനായിട്ട് അതിസമർത്ഥന്മാരും ഭയങ്കര വലിപ്പമുള്ളവരും വീരന്മാരുമായിട്ടുള്ളതാ. അർബുദം 10 കോടി അത്രേ. 10 കോടിയോളം രാക്ഷസന്മാർ ലങ്കയുടെ കിഴക്കേ വാതിലിലും തെക്കേ വാതിലും കാവൽ നിർത്തിയിരുന്നു. 10 കോടിയോളം വരുന്ന വലിയ വലിയ രാക്ഷസന്മാർ. അപ്പോൾ ഈ പടിഞ്ഞാറും വടക്കും ആനകളും ആനപ്പടയും പിന്നെ എന്താ പറയുക കുതിരപ്പടയും, പടിഞ്ഞാറും വടക്കും. പിന്നെ കിഴക്കും തെക്കും അർബുദാനി പറഞ്ഞില്ലേ, അതായത് 10 കോടികളോളം വരുന്ന രാക്ഷസന്മാരാണ് അവിടെ കാവൽ നിൽക്കണമെന്ന്. തിഷ്ഠന്തി അർബുദ സംഖ്യാക 10 കോടിയാണത്രേ അത്. പ്രാച്യാം അപി തഥൈവ ച, കിഴക്കും അതേപോലെ ദക്ഷിണോ രാക്ഷസാവീര ദ്വാരം ദക്ഷിണമാശ്രിത. വടക്കും കിഴക്കും തെക്കും രാക്ഷസന്മാർ കോടിക്കണക്കിൽ. പിന്നെയോ ലങ്കയുടെ കിഴക്കേ ദ്വാരത്തിലും തെക്കേ ദ്വാരത്തിലും. പിന്നെയോ മധ്യകക്ഷിയെ പ്യസംഖ്യാതാഹ ഗജാശ്വരഥപത്തയാ രക്ഷന്തി ച സദാ ലങ്കാം നാനാസ്ത്രകുശലാഹ. പ്രഭോ പ്രഭോ, ഹേ രാമചന്ദ്ര പ്രഭോ, മധ്യകക്ഷത്തിലും, അതായത് എനിക്ക് തോന്നുന്നത് നടുമിറ്റം പോലെ അകത്തുള്ള ഒരു സ്ഥലമാണത്. അസംഖ്യാതാഹ, പറഞ്ഞാൽ തീരാത്ത, എണ്ണിയാൽ തീരാത്ത അത്ര എന്നർത്ഥം, അസംഖ്യം. ഗജാശ്വരഥപത്തയ, ആന, കുതിര, തേര്, കാലാള്, ഇങ്ങനെയുള്ള നാനാസ്ത്ര കുശല, ബഹുവിധ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാൻ നല്ല സാമർഥ്യമുള്ളവർ സദാ എപ്പോഴും ലങ്കാം രക്ഷന്തി ച, ലങ്കയെ രക്ഷിക്കുന്നു. ഈ 4 ദ്വാരത്തിൽ പടിഞ്ഞാറും പിന്നെ എന്താണ് വടക്കും കിഴക്കും തെക്കും ആ വാതിലിൻ്റെയും ദ്വാരത്തിൻ്റെ അവിടെ മാത്രമല്ല, മധ്യത്തിലും ലങ്കയുടെ മധ്യത്തിലും ഒരു വലിയ നടുമിറ്റം പോലെ ഉണ്ടെന്ന് വെച്ചോളൂ. അവിടെയും നാനാമാതിരി ആയുധങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യാൻ അതിസമർത്ഥരായിട്ടുള്ളതും എണ്ണിത്തീർക്കാൻ സാധിക്കാത്തത്ര അധികം ഉള്ള ആനകളും കുതിരകളും തേരുകളും കാലാൾപ്പടകളും സദാ ലങ്കയെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. മധ്യകക്ഷിപ്യസംഖ്യാതാഹ ഗജാശ്വരഥപത്തയ രക്ഷന്തി ച സദാ ലങ്കാം നാനാസ്ത്രകുശലാഹ. പ്രഭോ, കണ്ടതാണ് പറയണത്, ഞാൻ കണ്ട പോലെ പറയാമെന്നല്ലേ പറഞ്ഞത്, അതാണിപ്പോൾ പറയണത്. സംക്രമൈർവിവിധൈർലങ്ക ശതഘ്നീഭിശ്ച സംയുത ഏവം സ്ഥിതേപി ദേവേശ ശൃണുമേ തത്ര ചേഷ്ടിതം. വിവിധൈ, പലതരത്തിലുള്ള, സംക്രമൈഹി, അതായത് ഇങ്ങനെ എന്താ പറയുക, മെയ്സ് പോലെയാണ്. ഇങ്ങനെ ഏതു കൂടെ പോയാൽ ഏതു കൂടെ വരാൻ പറ്റുന്നൊന്നും അറിയില്ല. അങ്ങനെ പലതരത്തിലും അടച്ച ഈ ഭാഗത്തു കൂടെ പോയാൽ എത്തും തോന്നും, കുറച്ച് കഴിഞ്ഞാൽ അവിടെ അതിൽ കൂടെ പോകാൻ പറ്റില്ല. അങ്ങനെ പല പ്രകാരത്തിലുള്ള നിരോധിക്കപ്പെട്ട മാർഗങ്ങളുണ്ട്. ശതഘ്നീഭീച്ച, യന്ത്രത്തോക്കുകൾ, സംയുത,
അതോട് യന്ത്രത്തോക്കുകളോട് കൂടി ലങ്കാപുരി ഏവം സ്ഥിതേ അഭി, ഇപ്രകാരമൊക്കെ ആണെങ്കിലും ദേവേശാഹേ രാമചന്ദ്രദേവ തത്ര അവിടെ മേ ചേഷ്ടിതം എൻ്റെ പ്രവൃത്തിയെ ശൃണു, ശ്രവിച്ചാലും. ഇത്രയൊക്കെ കടക്കാൻ ബുദ്ധിമുട്ടുള്ള ദിക്കിലാണ് അപ്പോൾ ആര് ഹനുമാൻ പോയി ആ ലങ്ക മുഴുവൻ ചുട്ടുകരിച്ച് വന്നത്. അതാ പറയുന്നത്, എല്ലാവർക്കും കടക്കാൻ ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കണ എല്ലാ മാർഗങ്ങളും തടസ്സപ്പെടുത്തിയിരുന്നു. അങ്ങനത്തെ മാർഗങ്ങളാണ് മുഴുവൻ, ഒരു മെയ്സ് പോലെയാണ്. അങ്ങനെ ലങ്കയിലുണ്ട്. ഒരു വെടിക്ക് 100 പേരെ വധിക്കാൻ കഴിയത്രേ അങ്ങനത്തെ യന്ത്രത്തോക്കുകൾ. ഒറ്റ ആ യന്ത്രത്തോക്കുന്ന് ഒരു വെടി ഇങ്ങോട്ട് പുറത്തേക്ക് പോകാൻ 100 ആളെ കൊല്ലാം. അങ്ങനത്തെ യന്ത്രത്തോക്കുകളുണ്ട് അത്രേ. ഇത്രയൊക്കെ സുരക്ഷിതമാക്കി വെച്ച ലങ്കയിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ, ഞാൻ അവിടെ എന്തൊക്കെയാണ് അവിടെ കയറിപ്പറ്റി, ഞാൻ എന്തൊക്കെ പരാക്രമം കാണിച്ചു എന്ന് ഞാനിപ്പോൾ പറയാം. അതൊന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. സീതയെ കണ്ടു എന്നൊക്കെ അല്ലേ പറഞ്ഞോളൂ. ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു ലങ്ക ചുട്ടുകരിച്ച് വന്നു എന്ന് അല്ലേ. ഇനി അത് വിസ്തരിച്ച് പറയാമെന്ന്. സംക്രമൈർ വിവിധൈർലങ്ക ശതഘ്നീഭിശ്ച സംയുത ഏവം സ്ഥിതേഭി ദേവേശ ശൃണുമേ തത്ര ചേഷ്ടിതം ശതഘ്നീഭി. അതായത് 100 ആളെ കൊല്ലാൻ പറ്റുന്ന യന്ത്രത്തോക്കൊക്കെ ഉണ്ടേ. അതൊക്കെ അത്ര സുരക്ഷ ഉള്ള ലങ്കയെ ഞാൻ എങ്ങനെ സുരക്ഷ ഭേദിച്ച് അകത്ത് ചെന്നു എന്നും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടിയതെന്ന് ഞാൻ പറയാമെന്ന്. ദശാനനബലൗഖസ്യ ചതുർത്ഥാംശോ മയാ ഹതഃ ദഗ്ധാലങ്കാപുരി സ്വർണപ്രാസാദോ ദർശിതോ മയാ. ദശാനനബലൗഖസ്യ, അതായത് രാവണൻ്റെ സൈന്യത്തിൻ്റെ ബലം രാവണബലം എന്ന് പറഞ്ഞാൽ രാവണൻ്റെ സൈന്യത്തിൻ്റെ ചതുർത്ഥാംശ, കാൽഭാഗം, മയ എന്നാൽ ഹത, ഞാൻ രാവണൻ്റെ ടോട്ടൽ എത്ര ആകെയുള്ള സൈന്യത്തിൻ്റെ 4/1 ഭാഗം ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞു, കൊന്നു കഴിഞ്ഞു ഞാൻ. അതായത് രാവണൻ്റെ ടോട്ടൽ ആകെയുള്ള സൈന്യത്തിൻ്റെ 4/1 ഭാഗം ഞാൻ നശിപ്പിച്ചു, ഞാൻ കൊന്നു. ലങ്കാപുരി, ലങ്കാപട്ടണം ദഗ്ധ്വ, ഞാൻ ദഹിപ്പിക്കുകയും ചെയ്തു അല്ലേ വാലോണ്ട്. സ്വർണപ്രാസാദ, അനവധി കനക ഗോപുരങ്ങളൊക്കെ മയാധർഷിത, ഞാൻ നശിപ്പിച്ചു. എല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നില്ല, ഒരുമാതിരി സ്വർണ്ണ ഗോപുരങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. എന്താ പറയുക വെച്ചാൽ രാവണൻ്റെ സൈന്യ സമൂഹത്തിലത്തെ 4/1 ഭാഗം ഞാൻ വധിച്ചു. ലങ്കാപുരിയെ തന്നെ ഞാൻ ഒരുമാതിരി ഭസ്മാക്കി. എത്രയോ സ്വർണം കൊണ്ടുള്ള കെട്ടിപ്പൊക്കിച്ച് വെച്ചിരുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ഗോപുരത്തൊക്കെ ഞാൻ അടിച്ച് പൊളിച്ച് എനിക്ക് പറ്റുന്ന പോലെ തകർത്തിട്ടുണ്ടെന്ന്. ദശാനനബലൗഖസ്യ ചതുർത്ഥാംശോ, 4/1 അംശം, മയാഹത ദഗ്ധ ലങ്കാപുരി സ്വർണപ്രാസാദോ ദർശിതോ മയാ. പിന്നെയോ ശതഘ്ന സംക്രമാശ്ചൈവ നാശിതാമേ രഘുത്തമ ദേവതദ്വർശ്വനാ ദേവ ലങ്കാ ഭസ്മീകൃതാ ഭവേത്. ശതഘ്ന, ആ 100 ആളെ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുന്ന യന്ത്രത്തോക്കുകളും സംക്രമാച്ച, രക്ഷിക്കപ്പെട്ട ഈ തടസ്സം വെച്ച് രക്ഷിക്കപ്പെട്ട മാർഗങ്ങളും രഘുത്തമ, ഹേ രഘുശ്രേഷ്ഠ, മേ എന്നാൽ നാശിതാഹ, ആ യന്ത്രത്തോക്കുകളൊക്കെ ഞാൻ നശിപ്പിച്ചു. പിന്നെ ഇങ്ങനെ മെയ്സ് പോലെ ഉണ്ടാക്കിയ വഴികൾ, കടക്കാൻ പറ്റാത്ത പല 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 മാർഗങ്ങൾ, അതൊക്കെ ഞാൻ നശിപ്പിച്ചു. ഹേ സ്വാമിൻ ത്വദ്ദർശനാദേവ, അങ്ങയുടെ ദർശനത്താൽ തന്നെ ലങ്ക ഭസ്മീകൃത ഭവേത്. എനിക്കെന്നെ സാധിച്ചു വെച്ചാൽ അങ്ങൊന്ന് നോക്കിയാൽ ലങ്ക ചുട്ട് കരിഞ്ഞോളും. ശരിക്കും അത്രയ്ക്ക് ശക്തിയുള്ള ആളല്ലേ ഭഗവാൻ. എനിക്കെന്നെ ഇത് ചെയ്യാൻ സാധിച്ചു വെച്ചാൽ ഹേ രാമചന്ദ്ര പ്രഭോ, അങ്ങൊന്ന് നോക്കിയാൽ മതി ലങ്ക മുഴുവൻ ഭസ്മാവും. ശരിക്കും എത്ര ശരിയാതാ. കാരണം മഹാഭാരത യുദ്ധത്തിൽ അതല്ലേ ഭഗവാൻ ചെയ്ത്. ആദ്യം തന്നെ ഒരു നോട്ടം കൊണ്ട് അവരുടെ ആയസ് മുഴുവൻ ഭഗവാൻ എടുത്തു. പിന്നെ അർജുനന് വെറുതെ ഒരു കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേ വേണ്ടി വന്നുള്ളൂ. അവരുടെ ആയസ്സിനെ മുഴുവൻ ഭഗവാൻ, ആ കൗരവപക്ഷത്തെ എല്ലാവരുടെ ആയസ്സിനെയും ഭഗവാൻ ഒറ്റ നോട്ടം കൊണ്ട് അപഹരിച്ച് കഴിഞ്ഞു. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ അവരുടെ ആയസ്സൊക്കെ എടുത്തു കഴിഞ്ഞു, ഇനി നീ വെറുതെ യുദ്ധം ചെയ്യുകയാണെന്ന് കാണിച്ചാൽ മതി എന്ന് പറയുന്നത്. അതാണ് ഭഗവാന് പറ്റാത്തത്. എന്താ അതാണ് പറയണേ. എനിക്ക് തന്നെ ഇത്രയും അടിച്ച് ഭസ്മാക്കാൻ പറ്റി, തകർക്കാൻ പറ്റിച്ച അങ്ങയുടെ ഒരു നോട്ടം കൊണ്ട് ലങ്ക ഭസ്മായിക്കോളും.
ശതജ്ഞ സംക്രമാശ്ചൈവ നാശിതാമേ രഘൂത്തമാ ദേവ തദ്ദർശനാദേവ. ഒന്ന് ദർശിച്ചാൽ മതി അങ്ങ്. ലങ്ക ഭസ്മീകൃത ഭവേത് അല്ലേ? ഈ അങ്ങയുടെ ഒരു നോട്ടം കൊണ്ട് തന്നെ ലങ്കാപുരി മുഴുവൻ ഭസ്മമായിട്ട് ഭവിക്കും. അതായത് നിസ്സാരനായിട്ടുള്ള എനിക്കെന്നെ ഇത്രയും സാധിച്ചു വെച്ചാൽ അസാധാരണമായിട്ടുള്ള മാഹാത്മ്യമുള്ള അങ്ങയ്ക്ക് ലങ്കാപുരിയൊക്കെ ഒരു പുല്ല് പോലെയല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഒരു പ്രയാസവും കൂടാതെ അങ്ങയ്ക്ക് ഭസ്മാക്കാൻ സാധിക്കുന്ന നല്ല സന്തോഷവും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അല്ലേ ഭഗവാന്. ഇനി പ്രസ്ഥാനം കുരു ദേവേശ ഗച്ഛാമോ ലവണാംബുധേഹേ തീരം സഹ മഹാവീരൈ വാനരൗഖൈ സമന്തതഃ. ഹേ ദേവേശ, അതായത് ഭഗവാനെ, പ്രസ്ഥാനം കുരു, പുറപ്പെടുപ്പം തന്നെ പുറപ്പെട്ടോളൂ. മഹാവീരൈഹി, അതിപരാക്രമികളായിട്ടുള്ള വാനരൗഖൈ സഹ, ഈ വാനര സമൂഹത്തോടു കൂടി ലവണാംബുധേ തീരം, നമുക്ക് ആ സമുദ്രത്തിൻ്റെ തീരത്തെ സമന്തത ഗച്ഛാമ, നമുക്ക് ഇപ്പം തന്നെ പോവാം എന്ന് പറയാണ്. ഹേ രാമചന്ദ്ര പ്രഭോ, അങ്ങ് ഇപ്പം തന്നെ പുറപ്പെട്ടോളൂ. മഹാപരാക്രമികളായിട്ടുള്ള വാനര സമൂഹങ്ങളോട് കൂടെ ആ സമുദ്രത്തിൻ്റെ കരയിലേക്ക് നമുക്ക് പോവാം എന്ന് പറയുകയാണ്. സമുദ്രത്തിൻ്റെ അടുത്തേക്ക്, സമുദ്ര തീരത്തേക്ക് പോവാം എന്ന്. അതായത് ഞങ്ങളെല്ലാവരും എപ്പോൾ വേണമെങ്കിൽ റെഡിയാണ്, അങ്ങ് പുറപ്പെടുകയേ വേണ്ടൂ, ഞങ്ങളൊക്കെ കൂടെ വരാം, സമുദ്രതീരത്തേക്ക് നമുക്ക് പോവുക ഇപ്പം തന്നെയെന്ന്. പ്രസ്ഥാനം കുരുദേവേശ ഗച്ഛാമോ ലവണാംബുധേഹ തീരം സഹ മഹാവീരൈർവാനരൗഖൈ സമന്തത. ഇത് കേട്ടപ്പോൾ എന്താണ്? ശ്രുത്വാ ഹനുമതോ വാക്യം ഉവാച രഘുനന്ദനഃ സുഗ്രീവ സൈനികാൻ സർവാൻ പ്രസ്ഥാനായാഭിനോദയ. ഇത് കേട്ടപ്പോൾ ഹനുമാൻ്റെ വാക്യം ശ്രുത്വ ശ്രവിച്ചിട്ട് രഘുനന്ദനൻ, അതായത് ശ്രീരാമൻ, ഉവാച പറഞ്ഞു, ഹേ സുഗ്രീവ, അല്ലയോ സുഗ്രീവ, സർവാൻ സൈനികാൻ, എല്ലാ സൈന്യങ്ങളെയും പ്രസ്ഥാനായ പുറപ്പെടുവിക്കാനായിക്കൊണ്ട് അഭിനോദയ പ്രേരിപ്പിച്ചാലും റെഡി ആയിക്കൊള്ളൂ എന്ന് പറയാണ്. ലങ്കാപുരിയുടെ സ്ഥിതിവിശേഷം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ ദുർഗങ്ങളും സൈന്യബലവും ഒക്കെ കേട്ടപ്പോൾ, ഹനുമാൻ്റെ വാക്ക് കേട്ടപ്പോൾ സുഗ്രീവനോട് പറഞ്ഞു ശ്രീരാമൻ, സുഗ്രീവ, സൈന്യത്തിലുള്ള സകലരെയും പുറപ്പെടാൻ കൽപ്പിക്കൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ലങ്കയിലേക്ക് പോവാൻ നമുക്ക് സമയമായി, നമുക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ 27 വായിച്ച് നിർത്താം. ശ്രുത്വാ ഹനുമതോ വാക്യം ഉവാച രഘുനന്ദന സുഗ്രീവ സൈനികാൻ സർവാൻ പ്രസ്ഥാനായാഭിനോദയ. അവരോടൊക്കെ പുറപ്പെടാൻ പറഞ്ഞോളൂ സുഗ്രീവ, നമുക്ക് പോവുക എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത് ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.